ഫെബ്രുവരി 12 സഭ ഇന്ന് സന്യാസികളുടെ രണ്ടാമത്തെ പിതാവെന്നറിയപ്പെടുന്ന വിശുദ്ധ ബെനഡിക്ട് അനിയാനിയാണ് സ്മരിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിന്തുടർന്ന വിശുദ്ധന്റെ ജീവിത മാതൃകയും ഒപ്പം സീറോ ഫെനീഷ്യൻ സ്ത്രീയുടെ അചഞ്ചലമായ വിശ്വാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വചനമായ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരുമിച്ച് വായിക്കാം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരെയും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫെനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പോയിക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. ഫെബ്രുവരി 12 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ബെനഡിക്ട് അനിയായിയെ. എട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്തനായ ബെനഡിക്റ്റൻ സന്യാസിയായിരുന്നു ഇദ്ദേഹം. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത അദ്ദേഹം പടിഞ്ഞാറൻ യൂറോപ്പിലെ സന്യാസി സമൂഹങ്ങളെ നവീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. സന്യാസികളുടെ രണ്ടാമത്തെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമങ്ങൾ എല്ലാ ആശ്രമങ്ങളിലും കർശനമായി നടപ്പിലാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. സന്യാസികൾ പ്രാർത്ഥനയ്ക്കും ആത്മീയ വായനയ്ക്കും പുറമെ ശാരീരിക അധ്വാനത്തിനും പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും പ്രോത്സാഹനത്തിലൂടെ ക്രിസ്തീയ സംസ്കാരം വളർത്തുന്നതിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തി. ക്രിസ്തുവർഷം 821 ഫെബ്രുവരി 12 അദ്ദേഹം അന്തരിച്ചു.